നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു സൈക്കിളിന്റെ ബെല്ല് കേട്ടതാണല്ലോ. ആരോ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നതാ. വന്നയാളിത് എങ്ങോട്ട് പോയി? അയാൾ എന്നെ കണ്ടില്ലേ? വഴി തിരിഞ്ഞ് മറ്റെങ്ങോട്ട് പോയ പോലെ തോന്നുന്നു. ഈ സ്കൂട്ടർ ഒന്ന് സ്റ്റാർട്ടാക്കാൻ എന്താ വഴി? ദൈവമേ, ഇനി ഹോസ്റ്റലിൽ എങ്ങനെ എത്തും? അയ്യോ, ഫോൺ ചാർജ് തീർന്ന് ഓഫായല്ലോ. എന്റെ ദൈവമേ, ഹോസ്റ്റല് 9 മണി. റീനാമ, എന്റെ കൂട്ടുകാര്. എങ്ങനെ ഞാൻ അവിടെ എത്തും? അയ്യോ, ഇവിടെ നിന്നോ ആന ഇറങ്ങോ? അയ്യോ, എല്ലാം കൂടി ഓർത്തിട്ട് എന്റെ തല കറങ്ങുന്നേ. കിരണേ, ഒരു രക്ഷയില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ മാപ്പും വർക്ക് ആവണില്ല. ഇന്നത്തെ രാത്രി നമുക്കെല്ലാം ശിവരാത്രിയോ? വൃന്ദല്ലേ ഹോസ്റ്റലിൽ പോയിട്ട് ഒരു കാര്യമില്ല. അവളെ ഇതുവരെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ഈ രാത്രിയിൽ നമ്മൾ അവളെ എവിടെ പോയി തപ്പും? വൃന്ദ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. എന്നിട്ട് എന്താ അവളുടെ ഫോൺ കിട്ടാത്തെ? നീ തന്നെയല്ലേ പറഞ്ഞ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാന്ന്. ആരെയും കോൾ ചെയ്യാൻ കഴിയാതെ അവളും വിഷമിക്കാവും. മോഴക്കുന്നിലേക്കുള്ള എല്ലാ റൂട്ടും കട്ട. നമ്മൾ ഫുള്ളി ട്രാപ്ഡ്. നീ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്ക്. 9 മണി കഴിഞ്ഞ ഹോസ്റ്റലിൽ ഒരു ഭൂകമ്പം തുടങ്ങും. അതിനിടയിൽ വൃന്ദയുടെ മുത്തശ്ശനും ഓപ്പോളും വന്നിട്ട് എന്തായിന്ന് പോലും അറിയില്ല. അവര് പോയിട്ടുണ്ടാവും. വൃന്ദയെ കാണാതെ പോവോ? അവള് നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ? അതെ, ഇന്ന് ഹോസ്റ്റലിൽ കയറാൻ പറ്റിയില്ലെങ്കിലേ പുതിയ കള്ളത്തരങ്ങളെല്ലാം പ്ലാൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ? നമുക്കെല്ലാവർക്കും ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചപ്പോ ഫുഡ് പോയ്സൺ അടിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. രാത്രി മുഴുവൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. സൂപ്പർ ഐഡിയ അല്ലേ? നല്ല ഐഡിയ. പിന്നാലൊരു ചോദ്യം വരും, റീനാമ എന്തുകൊണ്ട് അറിയിച്ചില്ലാന്ന്. ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം നമ്മൾ 5 പേരും ബോധം കെട്ട് ഉറങ്ങിയെന്നങ്ങ് പറയാം. ഇതൊരു സൈൻ ബോർഡാണല്ലോ. കിരണേ, മോഴക്കുന്ന് 4 കിലോമീറ്റർ. നമ്മൾ ശരിയായ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. ഈ സൈൻ ബോർഡ് എങ്ങനെയോ താഴെ വീണുപോയി. അതുകൊണ്ടാണ് നമ്മൾ കാണാതെ പോയത്.
ദേ. അപ്പോ കാറ് പോവില്ലാന്ന് പറഞ്ഞ വഴി ദേ അതായിരിക്കും. ആ വഴി തന്നെയാണ് അവള് പോയത്. മോഴക്കുന്നിലേക്കുള്ള വഴി ഇതാണല്ലോ. അപ്പൊ അതുവഴി തന്നെ ആയിരിക്കും അവള് പോയിട്ടുണ്ടാവുക. നമുക്ക് ഇതുവഴി തന്നെ പോയി നോക്കിയാലോ? ഈ റൂട്ടിൽ എവിടെയെങ്കിലും അവള് വഴി അറിയാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വാ വാ. അതെ, പതുക്കെ നടക്ക്. സൂക്ഷിച്ച് നടക്കണേ, രാത്രിയിലെ പാമ്പ് കാണും. പാമ്പോ? എനിക്ക് പേടിയുള്ള സ്ഥാനത്തിന്റെ പേര് പറയാതെടി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ മിണ്ടാതെ ഒന്നും നടക്ക്. അവിടെ ഇപ്പൊ എന്തൊരു ശബ്ദം കേട്ടെ? ആ സൈൻ ബോർഡ് കാറ്റടിച്ചല്ലോ താഴെ വീണതായിരിക്കും. ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കോ? തള്ളിയിട്ടതായിരിക്കും. വല്ല ഗോസ്റ്റ് വന്ന് തള്ളിയിട്ടതായിരിക്കും. ഗോസ്റ്റോ? ഇവിടെ ഗോസ്റ്റ് ഉണ്ടോ? ഗോസ്റ്റ് മണ്ണാകട്ടോ, ഒന്ന് നടക്കുവോ? വാ വാ നടക്ക്. തിരിയണ്ട.